Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫണ്ണി നെയിമാണ്, പക്ഷേ ഒരു സാൻഡ്വിച്ച് ആണ്, ഒരു ഫ്രഞ്ച് സാൻഡ്വിച്ച് ആണ്. എൻ്റെ പേര് ക്രോക്ക് മൊഷ്യൂർ ആണ്, പക്ഷേ ആ പേര് പറയണമെന്നില്ല, ഫ്രഞ്ച് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീറ്റ് ബ്രെഡാണ് ഇഷ്ടമെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഓവനിലാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ സാധാരണ പാനിൽ അല്ലെങ്കിൽ ദോശക്കല്ലിൽ കുറച്ച് വെണ്ണ തേച്ചിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഇതേ നമ്മൾ പാനിൽ ചെയ്യുന്ന സംഭവം ഞാൻ ഓവനിൽ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും 2 സൈഡും ഞാൻ വെണ്ണ തേച്ച് കൊടുക്കുകയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ ഇനിയാന്നിട്ടുണ്ടായിരുന്നില്ലേ ബെച്ചമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, ക്വിക്കാണ്. ഒരു 5 മിനിറ്റ്സ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നത്രേ ഉള്ളൂ. അപ്പം സോസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 2 സൈഡും ബ്രെഡിൻ്റെ 2 സൈഡും വെണ്ണ തേച്ച് കൊടുക്കണം. ഒന്നുകൂടെ ഞാൻ പേര് പറയാം, ക്രോക്ക് മൊഷ്യൂർ. ഓക്കെ, അപ്പം ഞാൻ ബ്രെഡിൻ്റെ 2 സൈഡും വെണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് തേച്ച ശേഷം ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കും ഒരു 10-12 മിനിറ്റ്. അപ്പോൾ അതിനുള്ളിൽ നമുക്കാവും, ടോസ്റ്റ് ചെയ്ത് വരും. നിങ്ങൾ പാനിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കൺ ആണ്. ഞാനിവിടെ ചിക്കൻ്റെ ബേക്കൺ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബേക്കൺ പണ്ട് നമുക്ക് ലുലുവിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ തിൻ സ്ലൈസാണ്. അതേമാതിരി നമുക്ക് ചീസ് സ്ലൈസ് വേണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ബെച്ചമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ്, അതും വേണം. ഇതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് ചീസസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനവിടെ കുറച്ച് പാർമെസൻ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ സോസ് പാനിലോട്ട് ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേ നമ്മുടെ സാൻഡ്വിച്ച് നല്ല തിക്ക് ക്രീമി ചീസി ഫ്ലേവർ നല്ലോണം വരുള്ളൂ. ഇച്ചിരി ഹെവി സാൻഡ്വിച്ചാണ്, ഒരു ട്രീറ്റ് എന്നുള്ളൊക്കെ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പം ഞാനത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വീണ്ടും. അപ്പം അതിലോട്ട് ഞാൻ ആ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം, ഒരു 1-2 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡും ഒന്ന് ടോസ്റ്റായിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡ് ഒന്നല്ലെങ്കിൽ ഓവനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ബ്രെഡ് ചൂടാക്കണ മാതിരി ചൂടാക്കി എടുക്കുക. ഓക്കെ, ഞാൻ ഓവൻ കയ്യിലുള്ളതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങിക്കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് അത്രയ്ക്ക് പെട്ടെന്നായി കിട്ടും. നമ്മളൊന്നാമത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്നായി വന്നോളും. അപ്പം അത് കഴിഞ്ഞുകൊണ്ട് നമുക്കിത് തീന്നൊന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കണം. ബ്രെഡ് എടുത്തിട്ട് ബാക്കി അസംബ്ലിങ് തുടങ്ങാം കേട്ടോ. ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ, 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡീജോൺ മസ്റ്റേർഡ് ആണ്. എൻ്റെ കയ്യിൽ ഡീജോൺ മസ്റ്റേർഡ് സോസ് ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ മസ്റ്റേർഡ് സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചീസ് സ്ലൈസസ് വേണം. ഞാനിപ്പോൾ 2 സെറ്റല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ 2 ഞാൻ 2 ചീസ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മസ്റ്റേർഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 4 സ്ലൈസിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മസ്റ്റേർഡ് സോസ് ഇപ്പോൾ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ആക്ച്വലി നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മസ്റ്റേർഡ് സോസ് ബ്രെഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. 4 ബ്രെഡിലോട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ ബ്രെഡ് നൈഫ് കൊണ്ടോ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ചീസ് സ്ലൈസ് വെക്കണം. അത് കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ബേക്കൺ, ചിക്കൻ തിൻ സ്ലൈസ് ആയിട്ടുള്ള ബേക്കൺ, അത് ഞാൻ 2 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് മൊത്തം 4 എടുത്തിട്ടുണ്ട്. അപ്പം ഒരു സെറ്റിൽ 2 വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. നല്ല ചീസ് നിറയെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചീസ്, ഒരു ബേക്കൺ, ഒരു ചീസ്, ഒരു ബേക്കൺ എന്ന് വെക്കാം. പിന്നെ ഞാൻ അത്രയും ചീസ് ഇഷ്ടപ്പെടാത്ത ആളാണ് ഹസ്ബൻഡ്. അപ്പം ഞാൻ ഒരു ചീസ് സ്ലൈസിൽ ഒതുക്കി. പിന്നെ പോരാത്തതിന് നമ്മുടെ സോസിലും ചീസ് ഉണ്ടല്ലോ, അതിൽ വേറെ ചീസാണ്. ഇത് നമ്മുടെ അമൂലിൻ്റെ ചീസ് സ്ലൈസാണ്. അപ്പോൾ ഞാൻ 2 ബേക്കൺ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്.
ചീസ് സ്ലൈസ് വെച്ചു. അതേമാതിരി ഞാൻ മറ്റേ ബ്രെഡിലും ചീസ് സ്ലൈസും ബേക്കണും വെക്കാൻ പോവുകയാണ് കേട്ടോ. വലിയ സ്ട്രിപ്പാണ്, വലിയ ലെങ്ത് ഉള്ളതാണ് ആ ബേക്കൺ. അപ്പോൾ രണ്ടാക്കി മടക്കി ഞാൻ വെച്ചതാണ് ആ ബ്രെഡിനെ കൊള്ളുന്ന മാതിരി. അപ്പം ബ്രെഡ് അടയ്ക്കുക, മറ്റേ ബ്രെഡ് കൊണ്ട് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ച ആ സോസ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് വീണ്ടും ഞാൻ ഓവനിൽ തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായി ആ ചിക്കൻ ബേക്കണില്ലേ, ചിക്കൻ്റെ ബേക്കണാണിത്. അപ്പം അത് കുക്കാവും. അപ്പം നമുക്കറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചീസ് ബബിൾ ചെയ്യാൻ തുടങ്ങും, നല്ല ബബിൾസ് വന്നു തുടങ്ങും. അതുമാതിരി ചെറുതായിട്ടൊരു ഡാർക്ക് ബ്രൗൺ നിറം വരും. അതാണ് നമ്മുടെ കറക്റ്റ് പാകം. ആ ഒരു പാകമാകുമ്പോൾ എടുക്കണം. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാനിലോട്ട് നമുക്ക് ഈ ചീസ് സെറ്റ് വെച്ച് കൊടുക്കുക, ഈ ബ്രെഡ് സെറ്റ് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്ന ശേഷം കളറ് വരുന്ന കാര്യം സംശയമാണ്. അതിനുശേഷം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അപ്പം ഞാനിപ്പോൾ ഇതെന്തായാലും ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവുക വേണ്ടു. അപ്പോഴേക്കും തിൻ സ്ലൈസ് ആയതുകൊണ്ട്, ബേക്കണും തിൻ സ്ലൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നോളും. ഓക്കെ, അപ്പോൾ ബേക്കായ ശേഷം ഞാൻ കാണിച്ചു തരാം. ഓവൻ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ എടുത്തു, നല്ല ചൂടാണ്. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയിട്ട് ഞാൻ പ്ലേറ്റിൽ വെക്കട്ടെ. പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം മേലെ, ഇതാണ് ആ ബബിള് വന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് കറക്റ്റ് പാകം ആയി എന്നുള്ളതിൻ്റെ. ഞാനൊരു പ്ലേറ്റിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ക്യാമറ അത്ര ഫോക്കസ് ആവണില്ല. ഒന്ന് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്ത് തന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒന്ന് നൈഫ് കൊണ്ടൊന്ന് കട്ട് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യാണ്. ശരിക്കും വയറ് ഭയങ്കരമായിട്ട് ഫുള്ളാവും കേട്ടോ. ഒന്നേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് ചീസ് പെട്ടെന്ന് വയറ് ഫുള്ളാവും, ഹെവിയാണ്. അപ്പം കണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബേക്കൺ ചീസ് എല്ലാം മാറി മാറി നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. സൺഡേ മോർണിംഗ് കഴിക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.